ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി ബുക്ക് ഓഫ് ലോഡിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന് മറുപടി തരാൻ പോവുകയാണ്. തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിൽ ജോലിക്കിടെ നഴ്സിന്റെ ആത്മഹത്യാശ്രമം. UNA യൂണിറ്റ് സെക്രട്ടറിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെ മേലുദ്യോഗസ്ഥർ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ രംഗത്ത് വന്നു. പുലർച്ചെയാണ് നഴ്സിന്റെ ആത്മഹത്യാശ്രമം, അതും ഡ്യൂട്ടിക്കിടെ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊഴിൽപരമായ പീഡനങ്ങൾ ഏറെ നാളായി ഈ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് ഇവിടുത്തെ മറ്റ് ജീവനക്കാരും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രതിനിധികളും പറയുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ UNAയുടെ പ്രതിനിധികൾ തന്നെ ചേരുന്നുണ്ട്. ഷോബിയുണ്ട്, സംസ്ഥാന പ്രസിഡന്റാണ്. എന്താണ് നിങ്ങൾക്ക് സംഘടനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തൊഴിൽപരമായ പീഡനമാണോ അതോ മറ്റെന്തെങ്കിലും സമ്മർദ്ദമാണോ? അല്ലല്ല, തൊഴിൽപരമായ പീഡനമാണ്. ഈ പീഡനങ്ങൾ ഈ പറഞ്ഞ 1-2 വ്യക്തികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മജോറിറ്റി തൊഴിലാളികൾ ഈ തൊഴിൽ പീഡനത്തെ പറ്റി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നാളെ ശരിക്കും പറഞ്ഞ റിട്ടേൺ പരാതി കൊടുക്കാൻ വേണ്ടി റിട്ടേൺ പരാതി റെഡിയാക്കി വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുണ്ടാകുന്നത്. ഇതിനു മുമ്പും ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഇത് പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ പീഡനങ്ങൾ കാരണം ഇവിടുന്ന് ജോലി ഉപേക്ഷിച്ച് പോയ ആൾക്കാരുടെ എണ്ണം പോലും വളരെ വലുതാണ്. ഇപ്പം നിലവിലുള്ള സ്റ്റാഫിലോട് അന്വേഷിച്ചാൽ പോലും ഒരു 90% ആൾക്കാരും ഇവരുടെ പീഡനത്തിന് ഇരയായവരാണ്. നിലവിൽ ആർക്കൊക്കെ എതിരെയാണ് ആരോപണം? നിലവിൽ പറഞ്ഞ ഇവിടുത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസറും അതുപോലെ തന്നെ ഇവിടുത്തെ EDയുടെ സൂപ്പർവൈസറും. സ്വാഭാവികമായിട്ട് സംഘടന രൂപീകരിച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഒരു പ്രതിഷേധ സ്വരങ്ങളുണ്ടാവാം, അത് ചോദ്യം ചെയ്യപ്പെടാം. അതിനെയും അവർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു തലത്തിലും കൂടെ അവർ പ്രവർത്തിക്കുന്നത് മനസ്സിലാകുന്നു. പെൺകുട്ടികളുടെ ബന്ധുക്കളായിട്ട് സംസാരിച്ചു, അവരെന്താ പറയുന്നത്? സംസാരിച്ചു, പെണ്ണുങ്ങളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവരിന്ന് പോലും ഇതിനെ മിസ്ലീഡ് ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുക. ഈ പറഞ്ഞ കണക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനപ്പുറത്തേക്ക് മറ്റ് തലങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ പറ്റുള്ള ശ്രമങ്ങളാണ് ഇവിടുന്ന് ഉണ്ടാകുന്നത്. UNA ഇപ്പോൾ ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ 2 വ്യക്തികളെയും ഇവിടുന്ന് പിരിച്ചുവിടണമെന്നുള്ളത് തന്നെയാണ്. ഈ ഇത്ര മണിക്കൂറായിട്ടും ഈ ആശുപത്രി ഔദ്യോഗികമായോ അല്ലാതെയോ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പല മാധ്യമപ്രവർത്തകരും ഇവരോട് പ്രതികരണം തേടിയെങ്കിലും അവരിൽ നിന്ന് കൃത്യമായൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചെന്നുള്ളൊരു വിശദീകരണമോ ഇതുവരെ നൽകാൻ ഈ ആശുപത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും പോലീസ് അല്പസമയത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. UNA ശക്തമായ സമരത്തിലേക്ക് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് മെഡിക്കൽ സംബന്ധമായ, അതായത് നഴ്സുമാരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചത്. കാരണം ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇത് 2ാമത്തെ പാർട്ടാണ് അതിന്റെ. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് TV-യിലും ചാനലുകളിലൊക്കെ വന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ്, കാരണം ഇത്രയും ക്വാളിഫൈഡ് ആയ നഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഡോക്ടർമാർ 5-5.5 വർഷം പഠിക്കുന്നത് പോലെ തന്നെ നഴ്സുമാരും 3-3.5 വർഷങ്ങളോളം പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ 4 വർഷമൊക്കെ പഠിച്ചിട്ടാണ്. BSc നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ 4-4.5 വർഷമൊക്കെയാണ് BSc നേഴ്സായിട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് എന്താ പറയുക, അത്രയും വർഷം പഠിച്ചിട്ടാണ് അവർ ക്വാളിഫൈഡ് ആയിട്ട് മാറുന്നത്. എന്നിട്ടും ലോകത്തുള്ള പരീക്ഷകളെല്ലാം അവർ എഴുതുകയും വേണം, അവരെ ഹോസ്പിറ്റലിലിട്ട് ഉപദ്രവിക്കുകയും വേണം എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് നഴ്സിംഗ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡോക്ടർമാർ ഒരു ഗുളിയോ മരുന്നോ എഴുതിയിട്ട് പോകുമ്പോൾ അത് കൃത്യമായ രീതിയിൽ കൊടുക്കുവാൻ കഴിയണമെങ്കിൽ അവിടെ നല്ലൊരു നഴ്സിന്റെ ഒരു സഹായം തന്നെ ആ ഡോക്ടർക്ക് വേണം. ഡോക്ടർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല, നേഴ്സ് കൂടി അവിടെ വേണം എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. രോഗികളെ നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ രോഗികൾക്കിടയിൽ ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ നഴ്സുമാര് പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള നഴ്സുമാര് എന്തിനാണ് ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നില്ല എങ്കിലും ഈ നഴ്സുമാരെ എന്തുകൊണ്ടാണ് ഈ ഉപദ്രവിക്കുന്നത് എന്നുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. പക്ഷെ ഇന്ത്യയിലെ സിസ്റ്റം മാറേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. വെളി രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നഴ്സിന്റെ ജോലി ചെയ്യുന്നു, ഡോക്ടറുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അവിടെ ആരെയും അവരെ ഭരിക്കാനായിട്ട് ചെല്ലുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ സിസ്റ്റത്തിൽ മൊത്തം എന്താണ്, ഭരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ മറ്റൊരാളെ ഭരിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും. അവരുടെ ശമ്പളം കൂട്ടാൻ പാടില്ല. കാരണം ഇവിടുത്തെ കൂലിപ്പണിക്കാരന് പോലും നല്ല രീതിയിൽ 1000-1500 രൂപ ദിവസം കിട്ടുമ്പോൾ അവർക്ക്
ഒരു തുച്ഛമായ വരുമാനം കൊടുക്കാൻ പറ്റുന്നില്ല. നഴ്സുമാരെയും കൂലിപ്പണിക്കാരെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നഴ്സിന് കിട്ടുന്ന അതിലും താഴെ ശമ്പളമാണ്. 500, 400, 450 ഒക്കെ വെച്ചാണ് അവർക്ക് ദിവസം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ 4 വർഷവും 3.5 വർഷവും ഒക്കെ പഠിച്ചിട്ടാണ് അവർക്ക് ഇത് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്ത് അനീതിയാണ് ഈ ഹോസ്പിറ്റലുകൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 1 രൂപ അവർക്ക് ശമ്പളം കൂട്ടിയാൽ, അല്ലെങ്കിൽ 1000 രൂപ അവർക്ക് ശമ്പളം കൂട്ടി കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെന്റുകളുടെ എല്ലാ ദേഷ്യവും എല്ലാ പരിഹാസവും അവർ പിന്നെ സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രവണതയാണ്. കാരണം സിസ്റ്റങ്ങൾ വളരെ മാറ്റണം. അതുപോലെ തന്നെ രോഗികളുമായിട്ടുള്ള പരിചരണം, എമർജൻസി സിറ്റുവേഷനുകൾ, അതൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യത്തില്ല, അത് നമുക്ക് അറിയാൻ പോലും കഴിയുന്നില്ല എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെയാണെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ വേദന അനുഭവിക്കുന്ന അവിടുത്തെ നേഴ്സായിരിക്കും. ഡോക്ടർമാരുടെ തെറി മുഴുവൻ ആ നേഴ്സ് കേൾക്കേണ്ടതായിട്ട് വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അവർ എത്രമാത്രം ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഡോക്ടർമാരും ഉണ്ട്. കാരണം അവരുടെ മാനസികമായി തളർത്തിക്കൊണ്ടാണ് പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവരെ കൊണ്ട് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആത്മഹത്യയിലേക്കൊക്കെ അവര് എന്ത് ചെയ്യുന്ന ആത്മഹത്യയിലേക്കൊക്കെ അവര് ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതും നഴ്സിംഗ് അസോസിയേഷനിലെ മെയിൻ ആളായിട്ടുള്ള ഒരാളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അതിനകത്ത് പറയുന്ന അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അതിനെല്ലാം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഴ്സുമാർ ഈ സർട്ടിഫിക്കറ്റും ഇത്രയും വർഷവും പഠിച്ചു, ഇത്രയും പ്രാക്ടീസും അവർക്ക് ഉണ്ടായിട്ട് അവർക്ക് നഴ്സിംഗ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വില കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇത് വരുന്നത്. അവര് എന്താണ്, ഒരു അടിമ പോലെ ഇപ്പോഴും അവർ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അവര് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയ ജോലിയാണെന്നോ ഒന്നും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്ന ഒരു IT പ്രൊഫഷന് കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതിൽ നന്നായിട്ട് കൂലിപ്പണിക്കാരന് ശമ്പളം കിട്ടുമ്പോഴും, അല്ലെ, കൂലിപ്പണിക്കാരന് പഠിച്ചിട്ടാണോ? അല്ല, അയാൾ ചെയ്യുന്ന ജോലിയിലാണ് അയാൾക്ക് കൂടുതലും അയാളുടെ കഴിവും എക്സ്പീരിയൻസ് വെച്ചാണ് അയാൾ ചെയ്യുന്നത്. നഴ്സുമാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. 5 വർഷം അവർ പോയി കഷ്ടപ്പെട്ട് പൈസയും മുടക്കി അവർ പഠിച്ച് ഇത്രയും വർഷം അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഇത് കിട്ടുന്നത്, അല്ലെ? അവർക്ക് ഈ ഒരു നഴ്സിംഗിന്റെ പദവി അവർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് നേഴ്സ് ആകുന്നു. അവർ എന്തെല്ലാം ത്യാഗം അനുഭവിച്ചിട്ടാണ്, അല്ലെ? അവർക്ക് ഓരോ രാജ്യത്ത് പോകണമെങ്കിലും പരീക്ഷ, ഇതെല്ലാം അവർ സഹിച്ചുകൊണ്ടാണ് അവര് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഏത് തരണത്തിൽ ഓർമ്മിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു പുതിയ ഭരണമൊക്കെ നമുക്ക് വന്നു. ഇനിയെങ്കിലും നഴ്സുമാർക്ക് ഒരു മോചനം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നഴ്സുമാരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.